ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, എംപ്ലോയ്മെന്റ് ന്യൂസ് പ്രകാരം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ഇത് പ്രകാരം ഈ 21-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ റെയിൽവേ ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രകാരം 21/1/2026 വരും എന്ന് കരുതിയിരുന്ന നോട്ടിഫിക്കേഷൻ കുറച്ചും കൂടി പോസ്റ്റ്പോൺ ചെയ്ത് 31/1/2026 എന്നൊരു തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 20/2/2026 ഉണ്ടായിരുന്ന ഡേറ്റ് 2/3/2026 എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഡേറ്റ് ആണ്, അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ഡേറ്റ് ആണ് ഈ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിക്വയർ ചെയ്യേണ്ടി വരും. അതായത് കഴിഞ്ഞ തവണ അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും, റെയിൽവേക്ക് വേണ്ടി OBC EWS പോലത്തെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങി തഹസിൽദാരിൽ നിന്ന് മേടിച്ച് കൊടുത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അവർ ഇപ്പോൾ തന്നെ ഇതൊക്കെ വാങ്ങി വെക്കുക, കാരണം ഇനി വരുന്ന എക്സാമിനേഷനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനോടകം വാങ്ങി ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം വെച്ച് കണക്കാക്കുമ്പോൾ ഒരു വർഷത്തെ വാലിഡിറ്റിക്കുള്ളിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് വെച്ച് തന്നെ അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇതൊരെണ്ണം ക്യാരി ഓവർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ അതിലൊക്കെ നമ്പർ ചോദിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. നിങ്ങളൊന്ന് വാങ്ങി വെക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ബാക്കിയുള്ള എക്സാമിനേഷന് സഹായിക്കുന്നതാണ്. ഓർക്കുക, ഇത് സെൻട്രൽ സർവീസിൽ എക്സാം ആയതുകൊണ്ട് നിങ്ങളുടെ തഹസിൽദാരിൽ നിന്ന് വാങ്ങണം. അല്ലാത്ത പക്ഷം സംസ്ഥാന കേരള PSC പോലുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങിയാൽ മതിയാകും. അപ്പോൾ മറക്കാതെ എല്ലാവരും വാങ്ങിച്ച് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്. ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിനായിട്ട് തയ്യാറെടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഏണസ്റ്റ് അക്കാഡമിയിൽ RRB NTPCയുടെ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള കോഴ്സുകളുണ്ട്. ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകൾക്കും ഏണസ്റ്റ് അക്കാഡമി കോഴ്സ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് ഇനിയുള്ള സമയം ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ പഠനം മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സർക്കാർ ജോലി ഉള്ളതാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പഠനവുമായി മുമ്പോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.